അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തില്ല പിള്ളേരെ. കാരണം മിനിഞ്ഞാന്ന് രാത്രിയിൽ എനിക്ക് ചെറിയൊരു വയറിന് ക്ഷീണം വന്നതെന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ലൂസ് മോഷനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഛർദിലായിരുന്നു. അതായത് മിനിഞ്ഞാന്നാൾ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒരു സുഹൃത്ത് തന്നത്. അപ്പം ആ കൂട്ടത്തിൽ മറ്റേ തൂനയുടെ ഒരു ടിന്നി മാംസം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇതിനു മുൻപ് കഴിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്നുള്ളതല്ല, നമ്മുടെ നാട്ടിൽ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ മിനിഞ്ഞാന്നാൾ ഞാനിത് റോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് എനിക്ക് വയറിന് പിടിച്ചില്ല. വെച്ചാൽ എനിക്ക് വയറ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ വയറ് വന്നങ്ങോട്ട് വീർത്തിട്ട് ശ്വാസം മുട്ടും പോലെയുള്ളൊരവസ്ഥയിൽ വയറ് വന്നങ്ങ് വീർത്ത് രാത്രിയൊക്കെ ഞാൻ ഒരു വിധത്തിലാണ് കഴിഞ്ഞുകൂടിയത്. ഇപ്പം പിന്നെ വെളുക്കാറയൊക്കെ ആയപ്പോൾ ഉറങ്ങിപ്പോയിട്ട് പിന്നെ അറിഞ്ഞില്ലായിരുന്നു, ആ വയറിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ലായിരുന്നു. അപ്പം ഇന്നലെ രാവിലെ വയറിന് ഭയങ്കര അസ്വസ്ഥത, ഇങ്ങനെ മനം പെരട്ടി വരുന്ന പോലെയുള്ള ഒരവസ്ഥയൊക്കെ ആയിരുന്നു. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോഴും ഒരു 5-5:30 ആയപ്പോൾ തൊട്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ചൂടുവെള്ളം കുടിച്ച് ഒരു വിധത്തിലൊക്കെ അങ്ങനെ നിന്ന് ഒരു 6:30 ആയപ്പോൾ എനിക്ക് ഛർദിൽ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് മനം പെരട്ടി വന്ന്, അന്നേരം ഛർദിച്ചിട്ടില്ല, മനം പെരട്ടി വന്ന് ഓക്കാനുമായിട്ട് വന്നു. പക്ഷേ ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ വായൊന്ന് കൂട്ടാൻ പറ്റാത്ത രീതിയിൽ ഛർദിൽ, മൂക്കിന്നും വായിന്നും ഒക്കെ വലിച്ച് ഛർദിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു വിഷമത്തിലാണ് ഛർദിച്ചിട്ട് എനിക്കെന്നെ നെഞ്ചും വയറും ഒക്കെ നീരാണ്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ചളി ആരോ ഒന്ന് വിളിക്കും, എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചിന്തയായിപ്പോൾ. വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് BP കൂടിയോ കുറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. കണ്ണിലോട്ട് ഇരുട്ട് കയറും പോലെയും ശ്വാസം നിന്ന് പോകും പോലെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ കുറേ അധികം ഞാൻ വിഷമിച്ചു പോയി. പിന്നെ ഞാൻ അന്നേരം വന്നൊരു 2:30 ആയപ്പോൾ ഞാൻ വന്ന് കട്ടിലയിലേക്ക് കിടന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു 5-5:30 ആയപ്പോഴാണ് ഇന്നലെ എഴുന്നേറ്റത്. പിന്നെ എനിക്ക് ശരീരത്തിനൊന്നും ഒരു സുഖവും ഇല്ലായിരുന്നു, അങ്ങനെ തളർന്ന് കിടക്കുകയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തില്ല. വീഡിയോ ചെയ്യാൻ പോയിട്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പോലും എഴുന്നേക്കാൻ എനിക്ക് വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി. ഇന്നലെ ഞാൻ രാവും പകലും ഒന്നും കഴിക്കാത്തൊരു രീതിയിലാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞു കൂടിയത്. രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചായിരുന്നു, അത് അതും അതിൻ്റെ അപ്പുറവും കുടിച്ചതുപോലെയുള്ള ഛർദിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ ചെയ്യാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ മനസ്സൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, വീഡിയോ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. ആ പിള്ളേരെ എനിക്ക് അലമാരയൊന്നുമില്ല, അതാണ് ആ തുണി അങ്ങനെ കിടക്കണത്. നിങ്ങളൊന്നും ഓർക്കരുത് കേട്ടോ. ഞാനത് മടക്കി ഇട്ടേക്കണതായിരുന്നു. ഇപ്പം കൊണ്ടുവന്ന് അപ്പുറത്തുനിന്ന് കുറച്ച് തുണി കൊണ്ടുവന്നിട്ടതാണ്, മടക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇട്ടിരിക്കണതാണ്, നിങ്ങളൊന്നും ഓർക്കരുത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പിള്ളേരെ ഞാനന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാൻ എനിക്ക് സാധിച്ചില്ല. അന്നാണ് എനിക്ക് ഈ ഛർദിലുണ്ടായത്. പിന്നെ എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. പിന്നെ പോകാതിരിക്കാൻ പറ്റിയല്ല. വെച്ചാൽ ഇനി പണിക്ക് കയറണമെന്നുണ്ടെങ്കിൽ മരുന്നിന് പോകാതിരിക്കാൻ എനിക്ക് പറ്റിയല്ല. അപ്പം ഇന്ന് വടകരയിൽ നിന്ന് തന്നെ പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്ത്രീയാണ്. അതുപോലെ തന്നെ വേങ്ങരയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പെരുമണ്ണയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സിജി വീഡിയോ ചെയ്യാത്തതെന്നും പറഞ്ഞ്. പിന്നെ എൻ്റെ സ്ഥിരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വിളിക്കുകയും പറയുകയും ചെയ്യണ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ചെയ്യാത്തത്, വീഡിയോ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ്. പിന്നെ എനിക്ക് റിയാദിൽ നിന്ന് ഒരു സബ്സ്ക്രൈബർ സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പം ഞാൻ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ ഇന്നും എനിക്ക് കഴിയലെന്നോർത്തിരിക്കുകയായിരുന്നു. പക്ഷേ യൂട്യൂബ് നമുക്കുള്ള പൈസ കുറയ്ക്കണതൊക്കെ ഓർത്തപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഒരു വീഡിയോ ചെയ്യാമെന്നോർത്ത്. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പിന്നെ എന്താ പറയണ്ട കണ്ടൻ്റൊന്നും നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നില്ല, അല്ല മനസ്സിലേക്ക് കിട്ടുന്നില്ല. ഇപ്പം ഈ മഴയും കൂടി ആയപ്പോഴേക്കൊന്ന് പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു മനസ്സുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ബസ് സ്റ്റാൻഡുകളിലോ അല്ല ഹോസ്പിറ്റലുകളിലോ ഒക്കെ പോയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാണ് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത്. പിന്നെ എൻ്റെ ഈ കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ദിവസവും പറയാനുള്ളത്. അത് നിങ്ങൾക്ക് കേട്ട് കുറേ പേർക്കൊന്നും മടിക്കല്ല. സിജി പറഞ്ഞോ സിജിയുടെ എന്ത് വീഡിയോ ആണെങ്കിലും നമ്മൾ കണ്ടോളാം, നല്ല വീഡിയോ ആണ്. പിന്നെ ആരും വ്യത്യസ്ത അപ്പം ഇന്ന് എന്നോ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞ് നിൻ്റെ വീഡിയോ കാണാൻ പുള്ളി പിന്നെ സൗദിയിലാണ് ഉള്ളത്, സ്ത്രീയാണ്, വീട്ടുജോലിക്ക് ഇവിടെ നിൽക്കണതാണ്. ഒരു വീട്ടിൽ തന്നെ അതെന്തോ 9 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നൊരു പിന്നെ സബ്സ്ക്രൈബറാണ് പുള്ളിക്കാരത്തി. അപ്പോൾ എന്നോട് പറഞ്ഞ് നിൻ്റെ വീഡിയോ കാണാനായിട്ടുള്ളൊരു ഇഷ്ടമെന്ന് വെച്ചാൽ നീ ആരുടെയും കുശുമ്പും കുന്നായ്മയൊന്നും പറയുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബിൽ നിറച്ച് നമ്മുടെ ആൾക്കാരാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ പോലും, പെണ്ണുങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുശുമ്പും ഒക്കെ പറഞ്ഞ് ഇടിയും തൊഴിയും ചീത്തയും തെറിയും ഒക്കെ ആയിട്ടുള്ള വിളിയും പറച്ചിലും ഒക്കെ കണ്ട് ബോറടിച്ച് മതിയായിരിക്കണ സമയത്താണ് നിൻ്റെ വീഡിയോ കാണുന്നത്. അത് കണ്ണിനും മനസ്സിനും നല്ലൊരു സമാധാനവും കുളിർമയും കിട്ടിയത് കൊണ്ടാണ് വീണ്ടും കാണാനുള്ളൊരു താല്പര്യം തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു രീതിയിലും ആരുടെ ഒന്നും പറയാതെ അവരവരുടെ കയ്യിലുള്ള കണ്ടൻറ്റ് വെച്ചിട്ട് ഓരോ വീഡിയോയും ചെയ്യുന്നു. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ, മറ്റുള്ളവരേലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് നിൻ്റെ വീഡിയോ കാണാനുള്ളൊരു താല്പര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അവരോടും പറഞ്ഞ് എനിക്ക് ആരുടെയും കുന്നായ്മയെന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും വേണ്ട. എനിക്കങ്ങനെ കണ്ടൻ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ കുന്നായ്മയും കുശുമ്പും ഒന്നും പറയല. പിന്നെ നമ്മൾ ഓരോ നാട്ടിലും നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു 1.5 വയസ്സുള്ള മോനെ രണ്ടാനച്ഛനും അമ്മയും കൂടി തല്ലിക്കൊന്ന്. അവൻ്റെ ആദ്യത്തെ ഭാര്യേനെ അവൻ കൊല്ലാത്ത രീതിയിലും ആ കുഞ്ഞിനെ എല്ലാ രീതിയിലും ആ ആദ്യത്തെ ഭാര്യേനെ അവൻ ശരിയാക്കി വെച്ചിട്ടാണ് അവൻ രണ്ടാമത് ഒരു പെണ്ണിനെ കെട്ടിയത്. ആദ്യത്തെ ഇതിലുള്ളൊരു മോനെ അമ്മയുടെ അറിവോടുകൂടി തന്നെ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ മറ്റൊരുത്തൻ കൈവെക്കുമ്പോൾ ഞാനത് നിന്ന് അവനിക്ക് മൗനസമ്മതം കൊടുത്തിട്ടല്ലേ അവൻ വീണ്ടും ആ കുഞ്ഞിനെ തല്ലിച്ചതച്ച് പരിവക്കേടാക്കിയത്. അപ്പം അവളെയൊക്കെ എന്താ പറയേണ്ടത്? അമ്മയെന്ന് പറയാൻ പറ്റിയല്ല, അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയാൻ പറ്റിയല്ല. ഉമ്മ എല്ലാം അമ്മയാണ്, എന്നാലും അങ്ങനെ പറയാൻ അവർക്ക് യോഗ്യതയില്ല. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും. അങ്ങനത്തെ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് പേരെങ്കിലും നമ്മൾ പ്രതികരിച്ചാലേ വീണ്ടും അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കുകയുള്ളൂ. ഇപ്പം തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് ജയിലിൽ നല്ല ഫുഡും ഒക്കെ കൊടുത്ത്, പിന്നെ ഞാൻ നാളെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ എല്ലും തൊലിയും ആയിട്ട് കറുത്ത് ഇതായിട്ട് ചെല്ലും. ഇങ്ങോട്ട് തിരിച്ച് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നല്ല പിന്നെ സിനിമാ നടികളും മാറി നിൽക്കുന്ന രീതിയിലാണ് വെളുത്ത് തൊടുത്ത് നല്ല ചൊകാന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ ജയിലിലുള്ള ഫുഡ് ഒന്ന് പോവുകയാണ്, ഒന്നിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ അതൊന്നും പറയാനല്ല വന്നത്. പക്ഷേ എനിക്ക് അത് മനസ്സിലേക്ക് ഓർത്തപ്പോൾ എനിക്ക് ഒരു രോക്ഷം പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെച്ചാൽ പിന്നെ ഇപ്പം ഈ ജയിലിൽ തന്നെയുള്ള ഈ രീതികൾ
നമ്മൾ ഒരാളെ രണ്ടാളെ പറഞ്ഞതുകൊണ്ട് അത് നിൽക്കാൻ പോണില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഈ ജയിലിലുള്ള ഈ സുഖവാസം സൗകര്യങ്ങളും ഒക്കെ ഈ ജയിൽ പുള്ളികൾക്കുള്ളത് കുറേ അധികം കുറച്ചിരുന്നെങ്കിലുണ്ടല്ല ഇവറ്റകൾ പണ്ടേ നന്നായി പോയേനെ. ഇതിപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവന്ന് നടേടിയുണ്ടെന്ന് പറയണ്. ഇപ്പം നമ്മൾ പഠിച്ചോനെ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വെക്കാതിരിക്കണേ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ജയിലെന്ന് പറയുന്ന സാധനം, പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ എനിക്ക് പേടിയാണ്. വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥകൾ വരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനക്കാരത്തിയാണ് ഞാൻ. അപ്പം ഈ ജയിലിലുള്ള നടേടിയും കഴിഞ്ഞ് കൊണ്ടേ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീറ്റി പോറ്റിയാണ് അങ്ങോട്ട്. ബിരിയാണിക്ക് ബിരിയാണി, നെയ്ച്ചോറിന് നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസിന് അത്, കുഴിമന്തിക്ക് അത്, ചപ്പാത്തി, ചിക്കൻ കറി, അങ്ങനെ 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 ഇങ്ങനെ നല്ല നല്ല ഫുഡുകളാണ് പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോലി എന്നും പറഞ്ഞ് എല്ലാ ജോലികളും ഉണ്ട്. അതിലേക്ക് കയറി നിന്നാലും നല്ലൊരു ശതമാനം രൂപ കിട്ടും. പിന്നെ കഞ്ചാവും വെള്ളമൊക്കെ, കഞ്ചാവൊക്കെ വലിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ അത് കിട്ടും. അങ്ങനെ സുഭിക്ഷമായിട്ട് അതുപോലെ തന്നെ നല്ല ഇതുപോലെയൊക്കെ തന്നെ കുറ്റകൃത്യങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ ചെയ്തേച്ചും പോകുന്ന ആൾക്കാർക്ക് ഫോൺ വരെയും വിളിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഓരോ രീതിയിലും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടല്ലേ വീണ്ടും 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 പിന്നെ ഇപ്പം തന്നെ പിന്നെയും ഞാൻ ഒന്ന് പറഞ്ഞൊന്നിൽ പോവുകയാണ്. ഇപ്പം ഇവർക്ക് ചിലപ്പോൾ ഒരു 8 വർഷം ശിക്ഷ അനുവദിക്കും. 8 വർഷം ശിക്ഷ അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഈ ഫുഡും കഴിച്ച് നല്ല പണിക്ക് 600 രൂപ വീതം പണിക്ക് കാശുണ്ട്. എന്തിനാണെങ്കിലും 600 രൂപ വീതം ഉണ്ടെന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുള്ളത്. എനിക്കറിയത്തില്ല വാസ്തവമാണോ തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ 600 രൂപ വീതം ഇവർക്ക് കാശ് കിട്ടും. ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല ഫുഡ് കിട്ടും. ഇതൊക്കെ കഴിഞ്ഞേച്ചും 6 വർഷമോ 8 വർഷമോ 9 വർഷമൊക്കെ ഇതാന്ന് പറയുന്നു പട വിരലിലുണ്ടാവുന്ന പോലെയുള്ള ഒരു ശിക്ഷയും കഴിയും. നേരെ മണ്ണുള്ളൊരു ശിക്ഷ കിട്ടുന്നില്ല. അപ്പം ഇവർക്ക് എന്ത് തന്നെ തെറ്റ് ചെയ്തേച്ചും അങ്ങോട്ട് ചെന്നാലും നല്ല സ്വീകരിക്കാൻ നല്ല ആൾക്കാരും അതുപോലെ തന്നെ നല്ല കാരണങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഫുഡും സുഖ സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മരുന്നിന് മരുന്ന്, ഡോക്ടറിന് ഡോക്ടർ, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുറത്ത് നിൽക്കണേ നമ്മളേലും നല്ല രീതിയിലാണ് അവരവിടെ. നമുക്ക് പിന്നെ നമ്മുടെ അവസ്ഥ കഷ്ടമാണ്. വെച്ചാൽ പുറത്ത് നിൽക്കണ നമ്മുടെ കാര്യം കഷ്ടമാണ്. പക്ഷെ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർക്ക് നല്ല സുഭിക്ഷമായ നല്ല ദിവസങ്ങളാണ് ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. അപ്പം തന്നെ ആ ശിക്ഷകളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ എന്താണെന്നോ, ഇനിയിപ്പോൾ എത്രണ്ണം ചെയ്താലും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്. നല്ല സുഭിക്ഷമായ ആഹാരം, നല്ല വിശ്രമം, നല്ല പണിയെടുത്ത കാശ്. അപ്പോൾ പോകുന്ന സമയത്ത് നല്ലൊരു തുക കയ്യിലും കിട്ടും. പിന്നെ എന്താണ് ഞാനിത് ചെയ്താലെന്ന് ഓർത്തിട്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ കുറ്റകൃത്യങ്ങളിലേക്ക് വീണ്ടും പോകുന്നത്. ഇപ്പം ഈ തന്തേനേം തള്ളേനേം ജയിലിൽ കിടത്തി. ഇപ്പം ഇതിങ്ങനെ കുറേ പേരിങ്ങനെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൂടെയൊക്കെ പറയും. ഇങ്ങനെ കുറേ വീഡിയോയും അതും ഇതുമൊക്കെ ഇങ്ങനെ ചെയ്യും. അവർക്ക് വേറെ ഒരു കാര്യങ്ങൾ കിട്ടുമ്പോൾ അവരതിൻ്റെ പിറകെ പോകും. ഇപ്പം ഈ പറയണ ഞാനാണെങ്കിൽ പോലുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവരതിൻ്റെ പിറകെ പോകും. അപ്പം ഈ കാര്യങ്ങൾ വീണ്ടും അവിടെ കുഴിച്ചു മൂടിക്കപ്പെടുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് ആരും വിമർശിക്കാനും പറയാനുമില്ല. പിന്നെ ഒരു തിരിവിനി ഇവരുടെ പിന്നെ ശിക്ഷയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടിയെന്ന് കാണുമ്പോഴാണ് വീണ്ടും പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പം എന്താണെങ്കിലും ഇതിനൊക്കെ നല്ല രീതിയിൽ നല്ല ഈ ഗൾഫിലൊക്കെ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഞാൻ പല വീഡിയോയിലും ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ നടക്കും പോലെയുള്ള നല്ലൊരു ശിക്ഷ നമ്മുടെ ഈ നാട്ടിലും അല്ല നമ്മുടെ ഈ ഇന്ത്യയിലും കൊണ്ടുവന്നാലുണ്ടല്ല ജനങ്ങളൊക്കെ എപ്പം നന്നായെന്ന് ചോദിച്ചാൽ മതി. ഉണ്ടാകുകയില്ല, കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുകയില്ല. തലക്ക് തല അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കളയാവാം. ഒരു കുറ്റകൃത്യങ്ങൾ ഒരു 2 തല അങ്ങനെ ഈ തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്തെന്ന് ബോധ്യം ഉള്ളവരുടെ, അല്ലാണ്ട് സംശയ സാഹചര്യത്തിലല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഈ കുഞ്ഞിനെ വേറെ പുറത്തുനിന്ന് ഒരാളും വന്നും കാലിൽ സിഗരറ്റ് കൊണ്ട് കുത്തിയാലല്ല ഈ രണ്ടാനച്ഛനല്ലാണ്ട്
2 കൈ തല്ലി ഓടിച്ചത് ഈ രണ്ടാനച്ഛനല്ലാതെ വേറെ പുറത്തുനിന്ന് ആരും വന്ന് കൈ തല്ലി ഓടിക്കുകയല്ല. അപ്പം അത് ചെയ്തതല്ലേ അവൻ്റെ 2 കൈയും വെട്ടിക്കളയണം. ആ കൈ കൊണ്ടല്ലേ അവൻ ആ കുഞ്ഞിനെ അത്രയും ഉപദ്രവിച്ചത്. അപ്പം അവൻ്റെ 2 കൈയും വെട്ടിക്കളയണം. പിന്നെ ഇനി അവൻ എന്താ ചെയ്യണത്? അങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യും. എന്ത് കുറ്റമാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുറ്റകൃത്യത്തിന് അനുസരിച്ചുള്ള ശിക്ഷകൾ ഗൾഫിൽ കൊടുക്കും പോലെ നമ്മുടെ ഈ ഇന്ത്യയിലും കൊടുത്താൽ ഒരാളും പിന്നെ ഒരു തെറ്റും ചെയ്യല. ചെയ്യാനായിട്ട് വരുമ്പോൾ അവനിക്ക് ആ ഓർമ്മ വരും, പിന്നെ അവൻ ചെയ്യല. അതുപോലെ തന്നെ പീഡനത്തിൻ്റെ കാര്യം, പീഡനത്തിനും അതുപോലെ തന്നെ ആ സംഗതി അങ്ങോട്ട് വെട്ടിക്കളയാങ്കിലുണ്ടല്ലോ, ഒരാളുടേത് കളഞ്ഞാൽ മതി, പിന്നെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു പാഠമാകും. തൂക്കിക്കൊല്ലലല്ല വേണ്ടത്, വധശിക്ഷ അതിനൊരു പരിഹാരമല്ല. ചളി ഒറ്റടിക്ക് തന്നെ തൂക്കിക്കൊല്ലിയല്ലേ, ആ ഒരു പെടച്ചിലിന് മാത്രം. അതല്ല, ഇതിന് ഇങ്ങനെ ചെയ്യണം. അവൻ ജീവിക്കണം, തെറ്റ് ചെയ്തിട്ടും അവൻ ജീവിക്കണം ഈ ഒരു സാഹചര്യത്തിലൂടെ. കൈക്ക് കൈ, കണ്ണിന് കണ്ണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എന്ത് ഇപ്പം ഈ കൊച്ചിനെ ചെയ്തത് അവൻ കൈ കൊണ്ടാണ്. അവൻ്റെ കൈയും 2 തല്ലി ഒടിച്ച് മുറിച്ച് കളയണം. തല്ലി ഒടിച്ചേച്ച് മുറിച്ച് കളയണം. ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കി എടുക്കാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം അങ്ങനെ വേണം ചെയ്യാനായിട്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഞാനിപ്പോഴൊരു കാര്യം ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കുറ്റകൃത്യങ്ങളും അതും ഇതുമൊക്കെ നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിനേലൊക്കെ കൂടുതലായിട്ട് വിവരിച്ചിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് പേര് വീഡിയോ ചെയ്തതുമൊക്കെ ഈ കുഞ്ഞിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചെയ്തു. ഈ രണ്ടാനച്ഛൻ പീഡിപ്പിച്ചു കൊന്ന കൊച്ചിൻ്റെ വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുത്ത് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും വലിയ രീതിയിലൊന്നും ചെയ്യാൻ അറിയത്തില്ല. ആ ഫിലിമൊക്കെ നമ്മുടെ വീഡിയോയിലിട്ട് കാണിച്ചിട്ടുള്ള പിന്നെ വീഡിയോയൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയൊന്നും ചെയ്യാത്തത്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അതേപോലെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഇങ്ങനെ എൻ്റെ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് മറ്റൊരർത്ഥത്തിൽ ചെയ്യാനായിട്ടൊന്നും ഈ യൂട്യൂബിലേക്ക് ചെയ്തിടാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത്. പഠിക്കണമെന്നുണ്ട്, പക്ഷേ അത് നമ്മൾ അറിവുള്ളവരുടെ അടുത്തിരുന്ന് പഠിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അപ്പം ഞാനിന്ന് ഫേസ്ബുക്ക് കാണുകയായിരുന്നു ഇത്രയും നേരം ഇരുന്നിട്ട്. എനിക്ക് കഴിയലായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. ഒന്നാമത് മാറ്റർ ഇല്ലാത്തതിൻ്റെ തന്നെയാണ് കാരണങ്ങൾ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിരുന്ന സമയത്ത് ഒരു ഉസ്താദുണ്ട്. ഉസ്താദിൻ്റെ പേരെനിക്കറിയത്തില്ല. നല്ല ഒരു മനസ്സിനുടമയായ ഉസ്താദാണ്. പുള്ളി സാമൂഹ്യക്ഷേമ കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. സമൂഹത്തിന് നന്മ ചെയ്യണ ഉസ്താദാണ്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നണത് സംഘടനാ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുള്ള സംഘടനാ പ്രവർത്തനം, സംഘടനയെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ സമ്പാദ്യത്തിൽ നിന്നാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാമൂഹ്യ സംഘടന പ്രവർത്തനവും അദ്ദേഹം ചെയ്യുന്നുണ്ട്, സഹായത്തിൻ്റെ അവർ ചെയ്യുന്നുണ്ട്. രോഗത്തിനാണെങ്കിലും വിവാഹത്തിനാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവറാണ്. അപ്പം അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തിന് ആയുരാരോഗ്യവും സൗഖ്യവും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സമ്പത്തും സമൃദ്ധിയും ഒക്കെ അള്ളാഹു വാരിയും കോരിയും ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ കൊടുക്കണേന്ന് പഠിച്ചോൻ വാരി കൊടുക്കണേന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട് എപ്പോഴും. അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ളൊരു ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ കിട്ടട്ടെ എന്ന് ഞാൻ പഠിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണാൻ ഇടയായി. അപ്പോൾ ഒരു സ്ത്രീ പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഈ രാജ്യത്തിൽ, നമ്മുടെ ഈ കേരളത്തിലെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല, നദികളുടെ പേരെല്ലാം പിന്നെ ഈ അറബിയിലില്ല. പിന്നെ എന്തെന്നാ വേറെ ഒരു ഭാഷ പറഞ്ഞ് നമ്മുടെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണത്, അതിലും ഇല്ല. പക്ഷേ എല്ലാ പേരുകളും മലയാളത്തിൽ ഹിന്ദുക്കളുടെ പേരാണുള്ളത്. സിന്ധു, ബ്രഹ്മപുത്ര, കാവേരി, അങ്ങനെ കുറേ പേരുകളാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അറബിയിലെ ഒരു പേരും ഇല്ല എന്ന് ഈ ഒരു പെണ്ണ് സംസാരിച്ചപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട്,
ഈ നദികൾ ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ ഒഴുകുന്ന ഈ നദികൾ എല്ലാം ചെന്ന് ചേരുന്നത് ഞങ്ങളുടെ അറബിക്കടലിലല്ലേ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു തമാശ രൂപേണയാണ് പറഞ്ഞത്, അപ്പം രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷെ അത് എനിക്കത്രയും ഇങ്ങനെ ഇതാക്കി പറയാനായിട്ട് ഇങ്ങനെ തമാശ കോമഡി രൂപത്തിൽ പറയാൻ എനിക്കറിയത്തില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ചിരി വന്നുപോയി. ഞാൻ ഒരുപാട് ചിരിച്ചിവിടെ നിന്ന്. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ചെയ്യാമെന്ന്. മറ്റേ എന്താണ്, സംഘികൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എല്ലാവരെയും അല്ല, കുറച്ച് സംഘികളുണ്ട്. അവർക്കിപ്പോൾ മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ വലിയൊരു അവരുടെ എനിക്കറിയില്ല, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് ഇങ്ങനെ ഒരു വിഹിതം തരുന്ന പോലെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അവരുടെയൊക്കെ വായിന്ന്, ഈ സംഘികളുടെ, എല്ലാവരുടെ അല്ല, കുറച്ച് പേരുടെ വായിന്ന് വരുന്നത്. അപ്പം അത് കേട്ടിട്ട് അതുപോലെ തന്നെ കുറച്ച് സ്ത്രീകളുണ്ട്, ഈ സംഘികളായിട്ടുള്ള കുറച്ച് സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. പക്ഷേ പുരുഷന്മാർ പറയുമ്പോൾ പിന്നെ നമുക്ക് അത്രയ്ക്ക് എന്താണ് പറയേണ്ടത്, എനിക്ക് അത്ര ഇതാകാറില്ല, എന്നുവെച്ചാൽ ശോഭിക്കാറില്ല. പക്ഷേ ഈ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അവജ്ഞത ഇവരോട് നല്ല രീതിക്ക് തന്നെ തോന്നാറുണ്ട്. പിന്നെ ഉണ്ട്, ആണുങ്ങളോട് പറയുമ്പോഴും എനിക്ക് വൈരാഗ്യവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നാറുണ്ട് അവറ്റകളോട്. പക്ഷെ നമുക്കൊന്നും പറയാനായിട്ടും എടുക്കാനും പറ്റിയല്ലോ, നമ്മൾ മുസ്ലിം ആയിപ്പോയില്ലേ. പിന്നെ ഇത് പറയുമ്പോൾ പിന്നെ വർഗീയത വരും, അത് വരും, ഇത് വരും. പിന്നെ എനിക്കൊട്ടും പറയാൻ പറ്റിയല്ല, എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മൾ ഇപ്പോൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും നമ്മൾ മനുഷ്യരല്ലേ. എല്ലാവരുടെയും ശരീരത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഓടുന്ന ബ്ലഡ് ചുവപ്പ് നിറമല്ലേ. അപ്പം അതൊന്ന് എല്ലാവരും മാനിച്ചാൽ കൊള്ളാമായിരുന്നു. മുസ്ലിം എന്നില്ല, ഹിന്ദു എന്നില്ല. ഇപ്പം ഞാൻ ഇന്നാളും ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പ്രളയം വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്ത്, സുനാമി വന്ന സമയത്തൊക്കെ നമ്മൾ ജാതി മതം ഒന്നും നോക്കാതെയാണ് എല്ലാവരുടെ വീട്ടിലുമൊക്കെ ഉണ്ടായിരുന്നു. അവർ വെക്കണതും വിളമ്പണതും. ലൈലയുടെ വീട്ടിൽ, പിന്നെ എന്താ പറയേണ്ടത്, ലൈല എൻ്റെ കൂട്ടുകാരത്തിയാണ്, അതാണ് ഞാനതവിടെ കളഞ്ഞത്. ആയിഷയുടെ വീട്ടിൽ വിളമ്പുന്നത്, പിന്നെ വാസുവും പത്മനാഭനും അല്ലെങ്കിൽ വിശ്വംഭരനും അല്ലെ കുമാരനും എല്ലാവരും കഴിച്ച്, അതുപോലെ തന്നെ കുമാരൻ്റെ വീട്ടിൽ വെക്കണതും വിളമ്പണതും മജീദും അതുപോലെ തന്നെ അഷ്കറും, പിന്നെ എന്താണ് പറയേണ്ടത്, എനിക്ക് പേരുകളൊന്നും കിട്ടുന്നില്ല എൻ്റെ വായിൽ. അങ്ങനെ ഫാത്തിമ, ഇവരൊക്കെ പിന്നെ ഹിന്ദുക്കളുടെ വീട്ടിൽ വിളമ്പുന്നത് നമ്മൾ കഴിച്ച്, അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലും വിളമ്പുന്നത് നമ്മൾ എല്ലാവരും, അങ്ങനെ ജാതിപത ഭേദമന്യേ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന്. അതങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും പഴയ പോലെ തന്നെ തിരിയാൻ തുടങ്ങി. അപ്പം ഇതെന്തിനാണെന്നൊന്നും ചോദിച്ചാൽ നമുക്കറിയാൻ പാടില്ല. പിന്നെ ഒരുപാട് നന്മകൾ ഇപ്പോഴും അതെ ഹിന്ദുക്കളും പറയാറുണ്ട്, ബാങ്ക് വിളിക്കുന്ന നേരം നോക്കാറുണ്ട് വിളക്ക് വെക്കാനായിട്ട് വാതിക്കയിൽ. പക്ഷേ ഇപ്പം ബാങ്ക് വിളിയുടെ ശബ്ദം പോലും പിന്നെ ആ ചുറ്റുവട്ടത്തല്ലാതെ പുറത്തേക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ നിയമങ്ങൾ. അതൊന്നും പറയാൻ ഞാൻ അത്ര ആളല്ല, എന്നാലും ഞാൻ കേവലം പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങനെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഞാൻ ബാങ്ക് വിളി കേൾക്കാറുണ്ട്, കുത്തുബ കേട്ടിട്ടില്ല. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് അരൂരിൽ ഞാൻ താമസിച്ചിട്ടിരുന്ന സമയത്ത് എന്നും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച കുത്തുബ കേൾക്കാനായിട്ട് ഞാൻ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയാണ്, ജുമാ മസ്ജിദാണ്. അപ്പം തൊട്ടടുത്ത് വീടിൻ്റെ അടുത്ത് നിന്നാൽ കുത്തുബ നമുക്ക് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പം എനിക്ക് കുത്തുബ കേൾക്കണം, നീട്ടിയും കുറുക്കിയും ഒക്കെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേൾക്കാനും അതിൽ പറയുന്ന ആ ഒരു വസ്തുതകൾ കേൾക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഒരു മുസ്ലിമായിട്ടാണെങ്കിലും ഒരു ഹിന്ദു ആയിട്ടാണെങ്കിലും ഉള്ള ആൾക്കാർ കേൾക്കാനായിട്ട് കേൾക്കണം. അത്ര നല്ല കാര്യങ്ങളാണ് അതിലവർ പറയുന്നത്, ഉസ്താക്കന്മാർ പറയുന്നത്. അപ്പം അത് കേൾക്കാൻ ഞാൻ ഇങ്ങനെ ആയതിന് ശേഷം
മുൻപ് എനിക്കതിനെക്കുറിച്ച് നന്മയൊന്നും അറിയത്തില്ലായതുകൊണ്ട് എനിക്കതൊന്നും കേൾക്കണത് തന്നെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ നന്മകൾ നമ്മൾ അറിഞ്ഞതിന് ശേഷം എനിക്കത് കേൾക്കാനായിട്ട് വളരെ താല്പര്യമുണ്ട്. ഞാൻ കുത്തുബ നടക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു 2-3 വീടിൻ്റെ അപ്പുറത്ത് പോയി നിന്നാൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും കുത്തുബയിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പം അതുവരെ ഇപ്പം നിർത്തി വച്ചിരിക്കുകയാണ്. കുത്തുബ നമുക്ക് പുറത്ത് കേൾക്കാൻ പറ്റിയല്ല. ചെറിയ രീതിയിലാണ് മൈക്കിൻ്റെ ആ ഒരു സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് ഞാൻ പറയുകയാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ടുള്ള ആൾക്കാർ ബാങ്ക് വിളി കേൾക്കുമ്പോൾ വിളക്ക് വെക്കുന്ന ഹിന്ദുക്കൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നേച്ചത്. എൻ്റെ തറവാട്ടിൽ കേട്ടാ, അല്ലാണ്ട് എൻ്റെ ഈ വീട്ടിലല്ല, ഞാൻ താമസിച്ച വീട്ടിലല്ല, എൻ്റെ തറവാട്ടിൽ എന്നതായത് എൻ്റെ കുത്തിയതോട് വീട്ടിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നേച്ചത്. പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ ബാങ്ക് വിളി കേൾക്കാൻ മേല, ജുമാടെ ഒച്ച കേൾക്കാൻ മേല, അതുപോലെ തന്നെ കുത്തുപാട് ഒച്ച കേൾക്കാൻ പാടില്ല. അതിനൊക്കെ ഇപ്പം ഒരു വിലക്ക് വരുത്തിയിരിക്കുകയാണ് സർക്കാർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കേട്ടപ്പോഴെനിക്ക് അന്നേരമാണ് എനിക്കൊരു വീഡിയോ ചെയ്യുന്ന ഒരു വിചാരം പെട്ടെന്ന് വന്നത്. നിങ്ങളോട് 2 വാക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം പിള്ളേരെ, ആദ്യം പറയേണ്ട കാര്യമായിരുന്നു, എന്നാൽ ഇപ്പം ലാസ്റ്റായിപ്പോയി. എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന മാന്യ പ്രേക്ഷകർ, സബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ് ചെയ്യുന്നത് പിൻവലിക്കാതിരിക്കുക. പിന്നെ പിൻവലിച്ചേ പറ്റുള്ളൂ എന്നുള്ളവർ സബ് ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണത് സബ് ചെയ്തേച്ചും പിൻവലിക്കാനാണെങ്കിൽ പിന്നെ സബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് പേര് ഇപ്പം ഒരു 39,000 സബ്ബാകാനായിട്ട് കുറച്ച് മതി, പക്ഷേ ആകുന്നത് ആൾക്കാരിങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ എന്താണ് എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സബ് പിൻവലിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കണ്ടാക്കേണ്ടത് ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതുപോലെ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനിതുപോലെ വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന് പറയും. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് കാണാൻ നിൽക്കണ്ട, അത് നീക്കിപ്പോവുക. ഒരുപാട് സംവിധാനങ്ങൾ, പിന്നെ ഇപ്പം എൻ്റെ വീഡിയോ നമുക്ക് താല്പര്യമില്ലാത്ത വീഡിയോ നമുക്ക് കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ല നമ്മുടെ ഫോണിലേക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ഇതിലുണ്ട്, ഫോണിലുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് കാണാതിരിക്കുക. സബ് ചെയ്തവർ പിൻവലിക്കാതിരിക്കുക. അത് പിൻവലിക്കേണ്ട രീതിയിലാണെങ്കിൽ സബ് വേണ്ട, അതവർ ചെയ്യണ്ട. ഇപ്പോൾ ചെയ്തേച്ചും പിൻവലിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ചെയ്യരുതെന്നല്ല പറയണത്, ചെയ്യണ്ടെന്നല്ല പറയുന്നത്. ചെയ്തേച്ച് ഇപ്പോൾ 980ഓളം സബ് വന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് 4 എണ്ണം ഇന്നലെ ഇന്നും കൂടി പിൻവലിച്ചിട്ടുണ്ട്. അപ്പം അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കണം. ഇപ്പം ആരുടെയും കയ്യിലിരിക്കണ കാര്യം, ഇപ്പം നേരത്തെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ചെയ്യണവരും കൂടി ചെയ്യലെന്ന് പറയണുണ്ടായിരുന്നു. അപ്പം അത് ഓരോരുത്തരെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക. ഞാൻ പറയണമെന്ന് വെച്ചാൽ ചെയ്തത് പിൻവലിക്കാതിരിക്കുക. പിന്നെ ചെയ്യാനായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിലെന്താണ് പറയുന്നത്, കുറ്റമുണ്ടോ കുശുമ്പുണ്ടോ, ആരുടെയെങ്കിലും എന്താണ് നുണയും പിന്നെ കുന്നായ്മയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബും ഒക്കെ ഒന്ന് ചെയ്യാത്തവരൊക്കെ ചെയ്തു തരിക. സബ് ചെയ്യാത്തവർ സബ് ചെയ്തു തരിക. ലൈക്കും കമൻറ്റും ഒക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.